തമിഴ് സിനിമയിൽ നിന്ന് തമിഴ് നായകന്മാർ അപ്രത്യക്ഷരാകുന്ന ആരോപണം വ്യാപകമാണ്. സമീപകാലത്ത് ഇറങ്ങിയ സിനിമകൾ പരിശോധിക്കുമ്പോൾ ഈ ആരോപണങ്ങൾ കഴമ്പുണ്ടെന്ന് കാണാൻ സാധിക്കും. അതേസമയം തമിഴിലൂടെ ശ്രദ്ധിക്കപ്പെട്ടവർ പലരും ഇന്ന് ബോളിവുഡിലും തെലുങ്കിലുമൊക്കെ സജീവമായി മാറുന്നുണ്ട്. തങ്ങൾക്ക് അർഹമായ വേഷങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് തമിഴ് നടിമാർ പലരോടും ഇതിനോടകം തന്നെ രംഗത്തെത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ തമിഴ് സിനിമയിൽ നിന്നും തമിഴ് നായകന്മാർ കുറഞ്ഞു വരുമ്പോൾ ആ അടുത്തേക്ക് കടന്നു വരുന്നത് കൂടുതലും കന്നഡ നായകന്മാരാണെന്നും ശ്രദ്ധേയമാണ്. മലയാളത്തിൽ നിന്ന് വരുന്നതും തമിഴ് സജീവമാകാറുണ്ട്. എങ്കിലും പലപ്പോഴും ബിഗ് ബഡ്ജറ്റ് സിനിമയിലേക്ക് പരിഗണിക്കുന്നത് കന്നഡ നായികമാരെയാണ്. അങ്ങനെ തമിഴ് സിനിമയിൽ നിറസാന്നിധ്യമായ ചില കന്നഡ താരങ്ങളെ പരിചയപ്പെടാം. രശ്മിക മന്ദന. കന്നഡ സിനിമയിലൂടെ രശ്മിക കരിയർ ആരംഭിച്ചു. ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത കരിക്ക് പാട്ടിലൂടെയാണ് ആദ്യ സിനിമ. പിന്നാലെ തെലുങ്കിലെത്തി ചലോ ആയിരുന്നു ആദ്യ സിനിമ. തുടർന്ന് വന്ന ഗീതാഗോവിന്ദം വലിയ വിജയമായി. തെലുങ്കിൽ തുടരെ തുടരെ ഹിറ്റുകൾ സമ്മാനിച്ച് മുൻനിരയിലെത്തിയ ശേഷമാണ് തമിഴിലെത്തുന്നത്. സുൽത്താൻ ആയിരുന്നു ആദ്യ സിനിമ. പിന്നീട് നിരവധി തമിഴ് സിനിമയിൽ നായിക. തെലുങ്കിലും തമിഴും ഹിറ്റ് നായികയായോടെ ഹിന്ദിയിലേക്ക് എത്തുകയും ചെയ്തു. ഇന്ന് രശ്മിക സജീവ സാന്നിധ്യമാണ്. ബോളിവുഡിലെ രശ്മിക മന്ദാന ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും നിറഞ്ഞു നിൽക്കുമ്പോഴാണ് രശ്മിക. ശ്രദ്ധ ശ്രീനാഥ്. മലയാള ചിത്രം കോഹിനൂർ ആയിരുന്നു ശ്രദ്ധയുടെ ആദ്യ സിനിമ. പിന്നെ യു ടേൺ എന്ന ചിത്രത്തിലൂടെ കന്നഡയിലെത്തി. പിന്നീട് വലിയൊരു വഴിത്തിരിവായി മാറി. ഈ സിനിമ പിന്നീട് തമിഴിലേക്കും തെലുങ്കിലേക്കും സാമന്തി നായികയ്ക്ക് റീമേക്ക് ചെയ്യുകയും ചെയ്തു. പിന്നീടാണ് ശ്രദ്ധ തമിഴിലേക്ക് എത്തുന്നത്. ഇവൻ ഇന്ദിരൻ തന്തിരൻ ആണ് നായികയായ ആദ്യ തമിഴ് ചിത്രം. തമിഴിലും കന്നഡയിലും സജീവമായ പിന്നാലെ ഹിന്ദിയിലും തെലുങ്കിലും അരങ്ങേറി. ഇപ്പോൾ തമിഴിലും തെലുങ്കിലും മുൻനിര നായികയാണ്. തമിഴ് ചിത്രം ആര്യനാണ് ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. തമിഴ് വെബ് സീരീസിലും അഭിനയിച്ചിട്ടുണ്ട്. രുക്മിണി വസന്ത്. ഇന്ന് തെന്നിന്ത്യൻ സിനിമയിലെ താരോദയമാണ് രുക്മിണി വസന്ത്. ബീർബൽ ട്രയോളജിയിലൂടെ രുക്മിണി കന്നഡയിൽ അരങ്ങേറുന്നത്. കന്നഡ ചിത്രം സപ്തസാഗര യെല്ലോയിലൂടെ കരിയറിൽ വലിയൊരു ബ്രേക്ക് ലഭിച്ച രുക്മിണിയെ തേടി മറ്റു ഭാഷകളിൽ നിന്നും ചിത്രം ഓഫറും വന്നു. ഏസിലൂടെ തമിഴിലും അരങ്ങേറി. ഇതിലൂടെ തെലുങ്ക് ചിത്രവും അരങ്ങേറി. മദ്രാസിയാണ് ഒടുവിൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രം. കാന്താര ചാപ്റ്റർ 1 പാൻ ഇന്ത്യൻ താരമായി മാറിയ രുക്മിണിയുടെ തമിഴിലും ഹിന്ദിയിലുമൊക്കെ വലിയ സിനിമകൾ ഒരുങ്ങുന്നുണ്ട്. യാഷ് നായകനായ ടോക്സിക്കിന് രുക്മിണി തന്നെയാണ് നായിക. ശ്രീനിധി ഷെട്ടി. പാൻ ഇന്ത്യൻ വിജയമായ KGFിലൂടെ ശ്രീനിധി അരങ്ങേറുന്നത്. കന്നഡ സിനിമയെ തന്നെ പാൻ ഇന്ത്യൻ സിനിമയായി മാറ്റിയ സിനിമ. പിന്നീട് കോബ്ര എന്ന ചിത്രത്തോടെ തമിഴിലെത്തി. തമിഴും പുറമെ തെലുങ്കിലും അഭിനയിച്ചിട്ടുണ്ട്. ഹിറ്റാണ് ആദ്യ തെലുങ്ക് ചിത്രം. തമിഴും തെലുങ്കിലുമായി ശ്രീനിധിയുടെ നിരവധി സിനിമകൾ അണിയറയിലുണ്ട്. രചിത റാം. കന്നഡ സിനിമയിലെ മുൻനിര നായികയാണ് രചിത റാം. കന്നഡയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായികമാരിൽ ഒരാൾ. രജനീകാന്ത് ചിത്രം കൂലിയിലൂടെയാണ് തമിഴിൽ താരമാകുന്നത്. ചിത്രത്തിലെ രചിതയുടെ പ്രകടനം വൻ ചർച്ചയായി മാറിയിരുന്നു. ഇതോടെ രചിതയെ തേടി തമിഴിൽ നിന്ന് വലിയ സിനിമകൾ എത്തിയിട്ടുണ്ട്. രചിതയുടെ ഒരുപിടി സിനിമകൾ ഇന്ന് തമിഴിൽ തയ്യാറെടുക്കുന്നുണ്ട്.